വിദ്യാരംഭ ദിനത്തിൽ ഗസ എന്ന ആദ്യാക്ഷരം കുറിച്ച നിളമോളോടൊപ്പമാണ്. ആവിക്കരയിലെ പ്രിയേഷിൻ്റെ മകളാണ് 2ാം വയസ്സുകാരി നിള. ഇങ്ങനൊരു ഗസ എന്ന് ആദ്യാക്ഷരം കുറിക്കണം എന്ന് തോന്നിയത് എന്താണ്? ഗസ എന്ന് ആദ്യാക്ഷരം കുറിക്കാൻ തോന്നിക്കാനുള്ള കാരണം എൻ്റെ ഈ മോളുടെ പ്രായം തന്നെയാണ്. എൻ്റെ ഈ മോളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ പട്ടിണി കിടന്നും ബോംബ് പൊട്ടി മരിച്ചു വീഴുമ്പോൾ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് ആ മക്കളെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിദ്യാരംഭ ദിനത്തിൽ അവളെ കൊണ്ട് അങ്ങനെയൊന്ന് എഴുതിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് 2 വയസ്സാണ്. ആ 2 വയസ്സുകാരി അവളുടെ പ്രായത്തിലുള്ളവർക്ക് വേണ്ടി ഒരു സമരം ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ എഴുതിക്കാനുള്ള കാരണം. ഈ ഗസ എന്ന ആദ്യാക്ഷരം എഴുതിയതിന് ശേഷം പിന്നെയും എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവള് സമാധാനത്തോടു കൂടി തന്നെ എഴുതി. അതിനാണ് പിന്നീട് ഞാൻ ഗസ എന്ന് എഴുതിയതിന് ശേഷം പിന്നീട് എഴുതിയത് പലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. അതൊരു വലിയൊരു ദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എവിടെയോ ഉള്ള മൈലുകൾക്കപ്പുറത്തുള്ള ഗസയിലെ കുഞ്ഞുങ്ങളെ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അപ്പുറത്തുണ്ട്. എന്നാലും ഈ ഒരു സംഭവത്തോടു കൂടി ഇത് ചില ആളുകളെ മനസ്സിലെങ്കിലും തറച്ച് അങ്ങനെയുള്ള ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലും ഉൾക്കൊണ്ട് ഗസയ്ക്ക് വേണ്ടി ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു ശേഷി മനുഷ്യരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് അത് ചെയ്തത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഐക്യദാർഢ്യ പ്രകടനങ്ങളാണ് കാണുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഗസയ്ക്ക് വേണ്ടിയുള്ള കപ്പലുകളിലൂടെ അവിടെ എത്താനുള്ള ശ്രമം നടത്തുന്നു. ആക്ടിവിസ്റ്റുകൾ അങ്ങനെ നിരന്തര സമരം നടത്തുന്നുണ്ട്. രാജ്യങ്ങളിൽ തന്നെ വലിയ രൂപത്തിലുള്ള പോരാട്ടങ്ങൾ ഉണ്ടാവുന്നു ഗസയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടത്തുന്ന ഒരു വലിയ സമരമാണ് എന്ന രൂപത്തിൽ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു സമരം ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ തേടി വരാനുള്ള കാരണം കൂടി ആ സമരത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങളും എന്നെയും ഈ കുഞ്ഞിനെ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിലൂടെ ഈ സമരം, അതായത് ഈ അക്ഷരം എന്ന് പറയുന്നത് സമരായുധമാണ്. ഒരു സമരം ചെയ്യാനുള്ള ഒരു ആയുധമായിട്ടാണ് അക്ഷരത്തെ കാണുന്നത്. അപ്പോൾ എൻ്റെ മോളുടെ ആദ്യത്തെ അക്ഷരം ഏറ്റവും വലിയൊരു സമരമായി തീരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീട്ടിലെല്ലാവരുടെയും നല്ല പിന്തുണ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും, എൻ്റെ അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മൂത്ത മകളുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് എഴുതിയത്. എൻ്റെ അമ്മ ഇവിടുത്തെ വാർഡ് കൗൺസിലറാണ്, AK ലക്ഷ്മി. എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും പിന്തുണയോടു കൂടിയും തന്നെയാണ് ഇങ്ങനെ ഒരു സമരത്തിന് ഞാൻ മുതിർന്നത്. വിവിധങ്ങളായ ഒരുപാട് ഗസക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യങ്ങൾ, പലസ്തീനു വേണ്ടിയുള്ള ഐക്യദാർഢ്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതിൽ ഈ രൂപത്തിലല്ലാതെ വ്യത്യസ്തമായ സമരങ്ങൾ നമ്മൾ ഈ പരിസരത്തൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനൊരു CPM പാർട്ടി അംഗമാണ്. ഞാനൊരു ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ പാർട്ടി ഈ ഗസയ്ക്കും പലസ്തീനും അനുകൂലമായിട്ടുള്ള ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന 7-ാം തീയതിയും അതുപോലുള്ള വലിയൊരു സദസ്സ് സംഘടിപ്പിക്കുകയാണ്. എൻ്റെ പാർട്ടി തന്നെയാണ് എന്നെ ഇതിലേക്ക് പ്രചോദിപ്പിച്ചതും ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതും ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം തന്നെയാണ്. ലോകത്ത് ഒറ്റപ്പെട്ട ചില രാജ്യങ്ങളും മനുഷ്യത്വമില്ലാത്ത ചില മനുഷ്യരും ഒഴിച്ച് ലോകമാകെ ഗസയോടൊപ്പമാണ്. ഈ കുഞ്ഞുമകളും ആ ഗസയുടെ പിടക്കുന്ന ഭക്ഷണത്തിനു വേണ്ടി കരയുന്ന ആ പാവപ്പെട്ട പിഞ്ചു കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വലിയ സമരം. തൻ്റെ ആദ്യ അക്ഷരം തന്നെ സമരായുധമാക്കി മാറ്റിയ നിളയോടൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.